ഇപ്പോൾ ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ RV ബാബു, ഈ ശബരിമല സംഘടിത കവർച്ചയിൽ ഒട്ടേറെ വിവരങ്ങൾ പുറത്തു വരികയാണ്. ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഈ സ്വർണ്ണ തട്ടിപ്പിന്റെ തുടക്കം പത്മകുമാറിൽ നിന്ന് തന്നെയാണ്. ഈ കട്ടിലപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാനുള്ള നിർദ്ദേശം നൽകിയത് പത്മകുമാറാണ്. സ്വന്തം കൈപ്പടയിൽ തന്നെ ഈ ബോർഡ് തീരുമാനം അട്ടിമറിച്ചുകൊണ്ട് സ്വന്തം കൈപ്പടയിലാണ് ഈ സ്വർണ്ണപ്പാളി എന്നുള്ളത് ചെമ്പുപാളി എന്ന് തിരുത്തി എഴുതിയത് എന്നതടക്കം റിമാൻഡ് റിപ്പോർട്ട് പറയുന്നുണ്ട്. അപ്പോൾ വളരെ കൃത്യമായി CPMന്റെ ഇടപെടൽ. അപ്പോൾ പത്മകുമാർ മാത്രമല്ല, പത്മകുമാറിന് ഇത്തരത്തിൽ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ പത്മകുമാറിന്റെ മുകളിലുള്ള ദേവസ്വം മന്ത്രിയെ അറിയാതെ ഇത്ര വലിയ ഒരു തീരുമാനം എടുക്കില്ലല്ലോ. എങ്ങനെയാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിനെ സമീപിക്കുന്നത്? അല്ല, ഇത് ഇന്നലെ തന്നെ നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ്. അതായത് പത്മകുമാറിന്റെ അറസ്റ്റ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് കടകംപള്ളിയുടെ അറസ്റ്റിലേക്ക് നയിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ, അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ദേവസ്വം ബോർഡിന്റെ തീരുമാനങ്ങളിലൊന്നും സർക്കാർ ഇടപെടാറില്ല, സർക്കാർ അറിയാറില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ദേവസ്വം വകുപ്പ് തന്നെ ആവശ്യമില്ലല്ലോ. ദേവസ്വം വകുപ്പ് അറിയാതെ ഒന്നും ഇത്തരത്തിൽ ശബരിമലയിലെ സന്നിധാനത്തിൽ ഇത്രയും വിലപിടിപ്പുള്ള കോടിക്കണക്കിന് രൂപ വിലപിടിപ്പ്, ഇത്രയും മൂല്യമുള്ള, അതും സന്നിധാനത്തെ ഇങ്ങനെ കൊടുത്തുവിടാൻ വെറുതെ ഒരു ബോർഡിന്റെ തീരുമാനം കൊണ്ട് മാത്രം സാധ്യമല്ല. ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ ഈ പറയുന്ന CPM നേതൃത്വത്തിന്റെ ഒക്കെ അറിവോടുകൂടി അല്ലാതെ ഇത് ചെയ്യില്ല, അത് ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രനിലേക്ക് ആണ് ഈ അന്വേഷണം എത്തേണ്ടത്. യഥാർത്ഥത്തിൽ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യേണ്ടതാണ്. അപ്പോൾ മാത്രമേ ഇതിന്റെ വസ്തുതകൾ കൃത്യമായിട്ട് പുറത്തു വരൂ. അതുകൊണ്ട് SIT എത്രയും പെട്ടെന്ന് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് കടക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ മുമ്പിലുള്ള ആവശ്യം.